ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മൈക്കട്രാക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അതായത് നമുക്ക് എങ്ങനെ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിലെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ ടെക് ട്രാവൽ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ചാനലാണല്ലോ, എന്നിട്ടെന്താ ഇതിൽ ട്രാവൽ വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ട്രാവലേഴ്സ് ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമാണെന്നല്ലോ. അപ്പോൾ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ചാനൽ തുടങ്ങിയത് തന്നെ ഈ ലോക്ക്ഡൗൺ തുടങ്ങി ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആ ടൈമിൽ തുടങ്ങിയത് യാത്രകളൊന്നും പോകാൻ പറ്റില്ല. പിന്നെ പഴയ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേറെ നല്ലത് നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അവിടുന്ന് തന്നെ പറഞ്ഞിരുന്ന ഒരു ടൈപ്പ് ആക്കിയാലെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇതുവരെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി തരണം. ട്രാവൽ വീഡിയോ ഒക്കെ കൂടുതലായിട്ട് ഇടണം. ട്രാവൽ തുടങ്ങിയാൽ പിന്നെ ചിലപ്പോൾ ഫുള്ളായി ട്രാവൽ തന്നെ ആയിരിക്കും. പിന്നെ കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ട്രാവൽ അധികം ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ട്രാവൽ വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ ആ ട്രാവൽപരമായ വീഡിയോ ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇടയിൽ തുടങ്ങും. അപ്പോൾ ഏതായാലും അതുവരെയൊക്കെ ലോക്ക്ഡൗൺ കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടി സേഫായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയാൽ നമുക്ക് ട്രാവലൊക്കെ തുടങ്ങാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോയിലെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും അത് ആയിക്കൊള്ളുന്ന ചുവന്ന ബട്ടണിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താലാണ് എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഡെസ്ക്ടോപ്പിൽ കുറച്ച് ഐക്കൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചിലരൊക്കെ കാട്ടുന്നുണ്ടാകുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിൽ പോയാലൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഐക്കൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് അവിടെ നിന്ന് ഷോർട്ട് കട്ട് എടുത്ത് കൊണ്ടുവരും. അപ്പോൾ അതെല്ലാം നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അത് അങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പേഴ്സണലൈസ് എന്നൊരു സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ തീം എന്നൊരു ഇത് കാണാം സൈഡിലായിട്ട്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യാം. അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ട് അടിയിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സ്. ഓക്കെ, അപ്പോൾ ഈ ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് കമ്പ്യൂട്ടർ, അതുപോലെ യൂസർ ഫയൽസ് മേലെ ഫസ്റ്റ് ആയിട്ടൊന്ന് കാണും. പിന്നെ അതിനായ തൊട്ട് താഴെ കമ്പ്യൂട്ടർ, അതുപോലെ ഒരു നമ്മൾ എക്സ്പ്ലോററും ഉണ്ടാവും. അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനൊരു ബ്രൗസറും ഉണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് റീസെറ്റ്. പിന്നെ ഓൾറെഡി നമ്മൾ അവിടെ ഉണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇല്ലാതൊക്കെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ വെച്ചാൽ ജസ്റ്റ് ഇതിലൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ടിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട മാത്രം സെലക്ട് ചെയ്താലും മതി. നമുക്ക് നമ്മളെ യൂസർ ഫയലും അതുപോലെ മൈ കമ്പ്യൂട്ടർ മാത്രം മതിയെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇപ്പോൾ നമ്മളെ ഡെസ്ക്ടോപ്പിലെ ഐക്കൺസൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാം ഫുള്ളായിട്ട് നമ്മളെ ഡെസ്ക്ടോപ്പിലെ ഐക്കൺ തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ ഒരു 10-15 ഐക്കൺസൊക്കെ ഇപ്പോൾ നമ്മളെ ഡെസ്ക്ടോപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, അത് ആകെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ സ്പേസ് ഇല്ലാത്തൊരു രൂപത്തിലാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അതുപോലെ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലെ ഐക്കൺസൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ചെറുതാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ നിൽക്കുക. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ജസ്റ്റ് റൈറ്റ് ബട്ടൺ നിൽക്കുക. അതിനുശേഷം വ്യൂ എന്നത് പോയാൽ നിങ്ങൾക്ക് കാണാം സ്മാൾ ഐക്കൺസ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്മാൾ ഐക്കൺസ് അവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷനും കൂടി, സോർട്ട് ചെയ്യാനൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ സോർട്ട് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ കുറേ അപ്ലിക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഓർഡറിലല്ലായിരിക്കും. ഇപ്പോൾ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിലൊന്ന് സോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ടാസ്ക് ബാറില്ല, നമ്മൾ അടിയിൽ കാണുന്ന വിൻഡോസിൻ്റെ ഐക്കണും അതുപോലെ ജസ്റ്റ് സെർച്ച് ചെയ്യാനുള്ളത്, അതുപോലെ നമ്മൾ ഓരോ ഐക്കൺസും നമ്മൾ പിൻ ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ആ പിൻ ചെയ്ത് വെക്കുന്നത് അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ അടങ്ങി ഈ ടാസ്ക് ബാർ ഉണ്ടല്ലോ, ആ ടാസ്ക് ബാർ നമുക്ക് എങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കാൻ നോക്കാം. അതായത് സ്മാൾ ടാസ്ക് ബാർ ആക്കാൻ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീണ്ടും ആ സെറ്റിങ്സ് പോയതിനു ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അവിടെ ടാസ്ക് ബാർ പോവുക. അതായത് പേഴ്സണലൈസേഷൻ എന്ന സെറ്റിങ്സ് പോയതിനു ശേഷം നമുക്ക് അവിടെ ടാസ്ക് ബാർ എന്ന് കാണാം. ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് തീംസിൻ്റെ അതുപോലെ അതിൻ്റെ അടിയിലായിട്ട് വരുന്നതാണ് ടാസ്ക് ബാർ. ഓക്കെ, അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കാണാം യൂസ് എ സ്മാൾ ടാസ്ക് ബാർ ബട്ടൺസ്. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ടാസ്ക് ബാർ ചെറുതായിട്ട് കാണാം.
പിന്നെ അതുപോലെ ഇവിടെ വേറെ പവർ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും അതിൽ അത്യാവശ്യമുള്ള കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ഈ ടാസ്ക് ബാർ നമുക്ക് ഏതെങ്കിലും സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിടാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഇപ്പോൾ നമുക്ക് ഈ ആവശ്യമുള്ള സമയത്ത് മാത്രം ആ ടാസ്ക് ബാർ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഓട്ടോമാറ്റിക്കലി ഹൈഡ് ദ ടാസ്ക് ബാർ ഇൻ ഡെസ്ക്ടോപ്പ് മോഡ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈഡ് ചെയ്ത് വെക്കാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ ആ ടാസ്ക് ബാർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ജസ്റ്റ് ആ മൗസിൻ്റെ കഴ്സറും ജസ്റ്റ് അവിടെ കൊണ്ടുപോയി ആ ടാസ്ക് ബാർ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് ഷോ ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഡിസ്പ്ലേൻ്റെ റെസൊല്യൂഷൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതും നമുക്ക് അവിടെ ജസ്റ്റ് റൈറ്റ് ബട്ടൺ, അതായത് ഡെസ്ക്ടോപ്പ് റൈറ്റ് ബട്ടൺ ഞെക്കിയ ശേഷം ഡിസ്പ്ലേ സെറ്റിങ്സ് പോവാം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറച്ച് അടിയിലായിട്ട് അഡ്ജസ്റ്റ് സ്കെയിലിംഗ് സെറ്റിങ്സ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കാണാം എന്ത് റെസൊല്യൂഷൻ എങ്ങനെ കുറക്കാന്നില്ല നമുക്ക് കാണാം. റെസൊല്യൂഷൻ എങ്ങനെ കുറക്കാന്നല്ല നമുക്ക് ഈ ഒരു നമ്മൾ ഡിസ്പ്ലേക്ക് കറക്റ്റായിട്ടുള്ള യോജിച്ച റെസൊല്യൂഷൻസ് അവിടെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കീപ്പ് ചേഞ്ച് എന്ന് കൊടുത്തതിന് ശേഷം അങ്ങനെ ചെയ്യാം. അതല്ല വേണ്ടെന്നുണ്ടെങ്കിൽ റിവെൻറ്റ് എന്ന് വെച്ചിട്ട് ബാക്കോട്ട് തന്നെ പോവാം. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഐക്കണൊക്കെ വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം, നമ്മളെ വിൻഡോസ് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളെ കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതായത് നമ്മളെ ദിസ് PC. ഓക്കെ, നമ്മളെ മൈ കമ്പ്യൂട്ടർ. ഓക്കെ, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മളവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പാർട്ടീഷനൊക്കെ എന്ത് ചെയ്യാം, ഇപ്പോൾ ലോക്കലിസ്റ്റ് C അല്ലാത്തതൊക്കെ പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്താൽ തന്നെ അത് ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, അതൊന്ന് ഫോർമാറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 ലോക്കലിസ്റ്റും ഫോർമാറ്റ് ചെയ്താൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. സോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ഇർഷാദ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.